ഇങ്ങനെയുള്ള ചെടികൾ നമ്മൾ 45 ദിവസം അല്ലെങ്കിൽ 50 ദിവസം പൂവിടുന്ന സ്റ്റേജ് വരെ വെള്ളം കൊടുക്കുന്നത് വളരെ കുറച്ച് മാത്രമേ വെള്ളം കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ വെള്ളം കൂടുതൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് വള്ളിച്ചെടികളുണ്ടല്ലോ. വള്ളിച്ചെടികൾ കൃഷി ചെയ്യുമ്പോൾ അത് മത്തനായാലും കുമ്പളൻ, പടവലം, പാവൽ അങ്ങനെയുള്ള വള്ളിച്ചെടികൾ, വള്ളിപ്പയർ എല്ലാം കൃഷി ചെയ്യുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ പൂകൊഴിച്ചൽ, പൂ അളിഞ്ഞു പോവുക, കായ അളിഞ്ഞു പോവുക, ഇല മഞ്ഞളിക്കുക എന്നീ അസുഖങ്ങളൊക്കെ വരാറുണ്ട് അല്ലേ. അതെന്തുകൊണ്ടാണ് വരുന്നത്? അതിന് പരിഹാരം എന്താണ്? അത് പരിഹരിച്ചു കഴിഞ്ഞാൽ എന്താണ് ഗുണം? അത് പരിഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ പൂ സെറ്റാവും, കായ അഴുകലുണ്ടാവില്ല, നല്ലപോലെ കായ്പിടുത്തമുണ്ടാവും. അതിനെല്ലാം പരിഹാരമായിട്ടാണ് തലപ്പ് നുള്ളി കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ ആ തലപ്പ് നുള്ളി കൊടുക്കുന്നത് എന്തിനാണ്? നുള്ളി കൊടുത്താലുള്ള ഗുണങ്ങൾ എന്താണ്? എങ്ങനെയൊക്കെ തലപ്പ് നുള്ളി കൊടുക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്താണ് ആ തലപ്പ് നുള്ളുന്നതിൻ്റെ പ്രാധാന്യം എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വള്ളിച്ചെടികൾ കൃഷി ചെയ്യാൻ വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സാധാരണ നമ്മൾ വള്ളിച്ചെടികളൊക്കെ വിത്ത് കുത്തി കൃഷി ചെയ്യുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഡിസംബർ ആകുമ്പോഴാണ് നമ്മൾ അധികം ചെയ്യാറ്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ മഴ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വള്ളി വീശി പന്തലിൽ കയറ്റിയിരിക്കും. പറഞ്ഞാൽ വെള്ളം കൂടുതലായിട്ട് വള്ളിച്ചെടികൾക്ക് ആവശ്യമില്ല ആദ്യത്തെ വളർച്ചാ ഘട്ടത്തിൽ. അങ്ങനെ വെള്ളം കൂടുതലായിട്ട് നമ്മൾ കൊടുത്താൽ എന്താ പ്രശ്നം? ഈ തണ്ടുകളൊക്കെ ഉണ്ടല്ലോ, ഈ തണ്ടുകളിലൊക്കെ വെള്ളം സംഭരിച്ച് വയ്ക്കും. ഈ തണ്ടുകളിൽ വെള്ളം സംഭരിച്ച് വെച്ചാൽ എന്താ പ്രശ്നം? അത് പൂവിടുന്ന സ്റ്റേജിൽ പൂവിലേക്കായിരിക്കും ആ വെള്ളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അങ്ങനെ പൂവിലേക്ക് വെള്ളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ്? പൂവ് അഴുകും, പൂവിൽ വെള്ളം അധികമായ അഴുകും. അത് കഴിഞ്ഞ് പൂ പിടിച്ചു കഴിഞ്ഞാൽ അടുത്ത് പോകുന്നത് ആ കായയിലേക്കായിരിക്കും. അപ്പോൾ കായ അഴുകും, കായ അഴുകി ഡ്രോപ്പ് ആവും. അപ്പോൾ നമുക്ക് ഇത് രണ്ടും നടന്നില്ലെങ്കിൽ ഇലകൾ മഞ്ഞളിച്ച് തുടങ്ങും, നല്ലപോലെ പൂവിടില്ല, കായ്പിടുത്തം ഉണ്ടാവില്ല, മഞ്ഞളിപ്പ് തുടങ്ങും. അപ്പോൾ ഇതിന് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, അത് പരിഹരിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നമ്മൾ വിത്ത് ആദ്യം കുത്തുന്നു, മുള വരുന്നു, മുള വന്ന് വള്ളി വീശാൻ തുടങ്ങും. വള്ളി വീശാൻ തുടങ്ങുമ്പോൾ ആദ്യത്തെ തലപ്പ് നുള്ളണം. അത് കഴിഞ്ഞ് നമ്മൾ പന്തലിൽ കയറുന്ന സ്റ്റേജിൽ അടുത്തതായിട്ടുള്ള തലപ്പ് നുള്ളണം. അപ്പോൾ ഇങ്ങനെ തലപ്പ് നുള്ളുന്നത് കൊണ്ട് എന്താണ് ഗുണം? അത് ആദ്യം മനസ്സിലാക്കണ്ട. നമ്മൾ പലപ്പോഴായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അല്ലേ. പലരും ചിലപ്പോൾ ചെറിയ ചെടിയാണെങ്കിൽ പോലും 1 ലിറ്റർ വെള്ളം, 1.5 ലിറ്റർ വെള്ളം, ചിലപ്പോൾ ഓസിലൊക്കെയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കൂടുതലായിട്ട് വെള്ളം ഉണ്ടാവും. ആ വെള്ളം പൂ ഇടുന്ന സ്റ്റേജിന് മുമ്പ് തായ് തണ്ടിൽ സംഭരിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം ഉണ്ടാവുക? പൂ കൊഴിച്ചിലും കായ കൊഴിച്ചിലൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ തലപ്പ് നുള്ളുമ്പോൾ എന്താ ഗുണം ഉണ്ടാവുക? തലപ്പ് പുതിയ ബ്രാഞ്ചുകൾ വരും. അപ്പോൾ നമ്മൾ ആദ്യം പൂടുന്ന വള്ളി വീശുന്ന ആദ്യ ഘട്ടത്തിലും പിന്നീട് പന്തൽ കയറുന്ന ഘട്ടത്തിലും അല്ലെങ്കിൽ പൂടുന്ന ആദ്യത്തെ ഘട്ടത്തിലും ഒക്കെ നമുക്ക് തലപ്പ് നുള്ളാവുന്നതാണ്. ഇങ്ങനെ 2ഓ 3ഓ പ്രാവശ്യമായിട്ട് നമ്മൾ തലപ്പ് നുള്ളി കൊടുക്കുമ്പോൾ എന്താണ്? പുതിയ ബ്രാഞ്ചുകൾ വരും. ആ ബ്രാഞ്ചുകൾ വരുമ്പോൾ ആ ബ്രാഞ്ചിലേക്ക് വെള്ളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ആ വെള്ളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ്? അങ്ങനെ കൂടുതലായിട്ടുള്ള വെള്ളം അടുത്ത തണ്ട് സംഭരിക്കുന്ന കാരണം പൂവിലേക്ക് ആ വെള്ളം വരുന്നില്ല. അങ്ങനെ പൂ ഡ്രോപ്പ് ആവുന്ന നിൽക്കും. അതേപോലെ തന്നെ കായയിലേക്കാണ് പറഞ്ഞാൽ കായയിലേക്ക് വരുന്നില്ല. കായയിലേക്ക് ആവശ്യമുള്ള വെള്ളം മാത്രമേ ഉള്ളൂ. അപ്പോൾ തായ്തണ്ടിൽ അധികമുള്ള വെള്ളം ആ തലപ്പ് നുള്ളുന്നതോട് കൂടിയിട്ട് മറ്റുള്ള ബ്രാഞ്ചിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കാരണം കായയിലേക്കും പൂവിലേക്കും വരാത്ത കാരണം പൂവും കായകളൊക്കെ നല്ല രീതിയിൽ സെറ്റാവും. പൂ അഴുകലുണ്ടാവില്ല, കായ അഴുകലുണ്ടാവില്ല. ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ചെടിയും നമ്മൾ വള്ളി വീശുന്ന ചെടികൾ, മത്തം, കുമ്പളം, അതേപോലെ പടവലം, പാവൽ, വള്ളിപ്പയർ, പീച്ചിങ്ങ, ചൊരയ്ക്ക, ഇത് ചൊരയ്ക്കയാണ്, ഏതായിക്കോട്ടെ. അങ്ങനെ വള്ളി വീശി വരുന്ന ഏത് ചെടികളായാലും നമ്മൾ വിത്ത് കുത്തി മുള വന്നു കഴിഞ്ഞാൽ ഒരു വേനൽക്കാലത്ത് ഈ സമയത്ത് ഏപ്രിൽ മെയ് മാസത്ത് ഇത് ഞാനിപ്പോൾ വീഡിയോ ഇടാൻ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മിക്ക ദിവസവും മഴയുണ്ട്. അപ്പോൾ ഈ തണ്ടിലൊക്കെ വെള്ളം സംഭരിച്ചിട്ടുണ്ടാവും, നല്ലപോലെ വെള്ളം സംഭരിച്ചിട്ടുണ്ട്. പൂ ഇടുന്ന സ്റ്റേജിന് മുമ്പ് വെള്ളം സംഭരിച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇപ്പോൾ പൂട്ട് തുടങ്ങിയിട്ടല്ലോ. അപ്പോൾ അതിന് മുമ്പ് വെള്ളം സംഭരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകണം. ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോയിട്ടില്ലെങ്കിൽ പൂ അഴുകും. അപ്പോൾ ഇങ്ങനെയുള്ള ചെടികൾ നമ്മൾ 45 ദിവസം അല്ലെങ്കിൽ 50 ദിവസം പൂ ഇടുന്ന സ്റ്റേജ് വരെ
വെള്ളം കൊടുക്കുന്നത് വളരെ കുറച്ച് മാത്രമേ വെള്ളം കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ വെള്ളം കൂടുതൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ 2 ദിവസത്തെ 3 ദിവസത്തെ ഇടവേളകളിൽ വെള്ളം കൊടുത്താൽ മതി. പൂവിട്ട് കായ് പിടിക്കുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ വെള്ളം വേണ്ടത്. ആ സമയമാകുമ്പോഴേക്കും നമ്മൾ ഏപ്രിൽ മാസം മെയ് മാസം വെച്ചാണെങ്കിൽ ആ സമയമാകുമ്പോഴേക്കും മഴയായി ഉണ്ടാവും. വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും കാര്യമായിട്ട് വരില്ല. നമുക്ക് അങ്ങനെയുള്ള ഒരു കാര്യം നമ്മൾ വളരെയേറെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വള്ളിച്ചെടികളൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് വിളവുണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ കാര്യം. തലപ്പ് നുള്ളി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അതിൽ സൂഡോമോൺസ് ലൈനി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ആ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഒരു ഫംഗിസൈഡാണ് സൂഡോമോൺസ് ലൈനി. അപ്പോൾ ഈ തലപ്പ് നുള്ളി കഴിഞ്ഞാൽ ആ അഗ്രഭാഗത്ത് ഫംഗസ് ബാധ ഏൽക്കാൻ, ചിലപ്പോൾ മഴയൊക്കെ ഉണ്ട് പറഞ്ഞാൽ ഫംഗസ് ബാധ അല്ലെങ്കിലും ഫംഗസ് ബാധയോ മറ്റുള്ളതൊക്കെ ഏൽക്കാൻ വളരെയേറെ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനും രണ്ടാമതായിട്ട് നമുക്ക് പുതിയ ചെനപ്പ് വരാൻ സഹായകരമാണ് സൂഡോമോൺസ് ലൈനി. അപ്പോൾ പുതിയ ചെനപ്പുകളൊക്കെ വന്ന് പുതിയ ബ്രാഞ്ചുകളൊക്കെ വന്ന് ആ ശിഖരങ്ങളൊക്കെ പന്തലിലേക്ക് കയറുകയും അതേപോലെ തന്നെ നല്ല രീതിയിൽ പൂ സെറ്റാവാനും നല്ലതാണ് സൂഡോമോൺസ് ലൈനി. അപ്പോൾ അതും കൂടി നല്ല രീതിയിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെയേറെ ഫലപ്രദമാണ് വള്ളിച്ചെടികൾക്കൊക്കെ. അപ്പോൾ എല്ലാ വള്ളിച്ചെടികളും ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ച് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല വിളവായിരിക്കും. ഇത് പ്രധാനപ്പെട്ട ഒരു ചെറിയ ടിപ്സാണ്. അത് നിങ്ങളുടെ കൃഷിയിടത്തിൽ പ്രയോഗിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് നല്ല ഉപകാരപ്രദമായിരിക്കും ഈ ടിപ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയേറെ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ കൃഷി അറിവുകളും മറ്റ് ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം.